ചേട്ടാ, വിഴിഞ്ഞത്ത് ബാറിന് മുന്നിലായി ഒരു യുവാവിനെ സഹോദരങ്ങൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേട്ട് കാണും. ഇപ്പം അതിൻ്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വാരിയലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ തുളച്ചു കയറിയതാണ് മരണകാരണമെന്ന് അതിൽ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഈ ബാറിലെ ജീവനക്കാരും മറ്റുള്ള ആളുകളൊക്കെ നോക്കി നിന്നതല്ലാതെ ഈ യുവാവിനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്നൊരു വിമർശനവും ഇതിനൊപ്പം ഉയരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ? അതിക്രൂരമായ ആക്രമണമാണ് വിഴിഞ്ഞത്തെ പോർട്ട് പാലസ് എന്ന് പറയുന്ന ഒരു ബാറാണ്. ഈ ബാറിന് മുന്നിൽ സർവീസ് റോഡിലിട്ടാണ് ഈ സഹോദരങ്ങൾ ഈ യുവാവിനെ ഈ പരാക്രമമൊക്കെ കാണിച്ചത്. അതിക്രൂരമായ ആക്രമണത്തിൽ ഈ ഹൃദയത്തിലടക്കം വാരിയല്ലുകൾ തുളച്ചു കയറിയാണ് ഇയാളുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് കണ്ടുനിന്ന ഒരു മനുഷ്യനും പിടിച്ചു മാറ്റാനോ ഇതിൽ ഇടപെടാനോ പോയില്ല എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് സംഭവം നടക്കുന്നത് ഈ കഴിഞ്ഞ വിഷു ദിനത്തിൽ ബുധനാഴ്ച രാത്രി 11 മണിയോടെ വിഴിഞ്ഞത്തിനടുത്ത് മുക്കോലയിലെ പോർട്ട് പാലസ് എന്ന് പറയുന്ന ബാർ ഹോട്ടൽ. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ബാർ ഹോട്ടലുകളിൽ ഉള്ള സെക്യൂരിറ്റി ജീവനക്കാർ, ഇവരുടെ കാര്യം നമുക്ക് ആദ്യമേ പറയാനുള്ളത്, വളരെ പ്രായമേറിയ ആളുകളെയാണ് ഇത്തരത്തിലുള്ള ബാറുകളിലൊക്കെ സുരക്ഷാ ജോലിക്കായിട്ട് നിയോഗിക്കുന്നത്. ഇവർക്കൊരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും പിടിച്ചു മാറ്റാനൊക്കെ ചെല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. കാരണം പ്രായമേറിയ ആളുകളാണ്. ഇവർക്ക് ഒരാളെ പറഞ്ഞു മനസ്സിലാക്കുക, ബാറിലേക്ക് എത്തുന്ന ഒരാളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം പ്രായോഗികമല്ല. അപ്പോൾ തീർച്ചയായിട്ടും പിടിച്ചു മാറ്റണം ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇവരുടെ പ്രായാധിക്യം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ ഇടപെട്ടാൽ ഇവരുടെ ജീവൻ കൂടി അപകടത്തിലാകുമെന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആരും ഇടപെടാറില്ല. പക്ഷേ കണ്ടു നിൽക്കുന്നവരുടെ കാര്യം അങ്ങനെയല്ല. അങ്ങനെ വിഷു ദിനത്തിൽ രാത്രി 11 മണിയോടെ ഇവരുടെ വീടെന്ന് പറയുന്നത്, ഈ കൊല്ലപ്പെട്ട സുമൻ്റെ സ്വദേശം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളായണി കീഴൂർ പാലപ്പൂരിലാണ്. ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നത്. 38 വയസ്സാണ്. ഇദ്ദേഹം കോവളത്തെ ഒരു ഹോട്ടലിൽ ഷെഫായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, 5 വയസ്സുള്ളൊരു കുഞ്ഞുമുണ്ട്. അങ്ങനെ ഈ സുമനും സുമൻ്റെ ഒരു സുഹൃത്തായ ലാൽകൃഷ്ണനും കൂടി ഈ മുക്കോലയിലെ പോർട്ട് പാലസ് ബാറിലേക്ക് ഏകദേശം രാത്രിയോടുകൂടി എത്തുന്നു. ഇവിടെ അച്ചു എസ് ബാബു എന്ന് പറയുന്ന നമ്മുടെ ബാലരാമപുരം സ്വദേശിയാണ്. ഇയാളും വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന ഉച്ചക്കടയിലാണ്. ഉച്ചക്കടയിൽ നിന്ന് ഒരു കല്യാണ പരിപാടിക്ക് ശേഷം ഈ അച്ചുവും സുഹൃത്തുക്കളും ഏതാനും സുഹൃത്തുക്കളും കൂടി മുക്കോലയിലെ ബാറിലേക്ക് എത്തുന്നു. അങ്ങനെ ബാറിൽ വെച്ച് ഈ അച്ചുവും വെങ്ങാനൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവുമായിട്ട് ഇവിടെ വെച്ചൊരു വാക്ക് തർക്കമുണ്ടായി. ഈ വാക്ക് തർക്കത്തിനിടയിലേക്ക് ഇടപെടാൻ ചെന്നതാണ് ഈ സുമൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ വെങ്ങാനൂർ സ്വദേശിയുമായിട്ടുള്ള തർക്കത്തിനിടയിൽ സുമൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു. ഈ വെങ്ങാനൂർ സ്വദേശിയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാളോട് രക്ഷപ്പെടുന്നു. പിന്നീട് ഇയാളുടെ ദേഷ്യം മുഴുവൻ, അച്ചുവിൻ്റെ ദേഷ്യം മുഴുവൻ ഈ സുമനോടാണ്. അങ്ങനെ സുമനുമായിട്ട് ഉന്തും തള്ളുമാകുന്നു, പിടിവലിയാകുന്നു. ഇതിനിടയിൽ എപ്പോഴോ ഈ അച്ചുവിനെ സുമൻ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്നറിയില്ല. എന്തായാലും അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്തുള്ള പരിശോധനയിൽ അവിടെ നടന്ന കാര്യത്തിൽ ഒരുപക്ഷെ വ്യക്തത ഉണ്ടാകാം. അങ്ങനെ ഈ സുമനെ മർദ്ദിക്കുന്നതിനിടയ്ക്ക് സുമൻ തിരിച്ച് പ്രതിരോധിക്കുന്നു. അങ്ങനെ അച്ചു പുറത്തേക്ക് പോകുന്നു. അച്ചു പുറത്തേക്ക് നേരെ പോകുന്നത് ഈ മുക്കോലയിലെ ബാറിന് മുന്നിലെ ദേശീയപാതയോട് ചേർന്നുള്ള സർവീസ് റോഡിലേക്കാണ്. ഈ സർവീസ് റോഡിലേക്ക് എത്തുന്ന ഇയാളുടെ സഹോദരനായ അനന്തു എസ് ബാബു എന്ന് പറയുന്ന ഇയാളുടെ സഹോദരൻ 19 വയസ്സുകാരനാണ്. ഇവനെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ സഹോദരങ്ങൾ ചേർന്ന് സുമനെ പോയി ആക്രമിക്കുന്നു. സുമൻ പ്രാണരക്ഷാർത്ഥം ഇവരുടെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റുവാങ്ങിയ സുമൻ പുറത്തേക്ക് ഓടുന്നത് ഈ സർവീസ് റോഡിൻ്റെ സമീപത്തേക്കാണ്. സർവീസ് റോഡിന് അടുത്തേക്ക് എത്തുമ്പോൾ ഈ 2 സഹോദരങ്ങൾ ഒരുപക്ഷെ മദ്യപിച്ചിരിക്കാം, രണ്ടുപേരും മദ്യപിച്ചിരിക്കാം, സുമനും ഒരുപക്ഷെ മദ്യപിച്ചിരിക്കാം. അങ്ങനെ മദ്യത്തിൻ്റെ ആലസ്യത്തിലായിരുന്ന ഈ 2 സഹോദരങ്ങൾ ഈ യുവാവിനെ ക്രൂരമായിട്ട് ആ സർവീസ് റോഡിലിട്ട് മർദ്ദിക്കുന്നു. തുടർച്ചയായിട്ട് ഈ കഴുത്തിന് ഞെരിച്ചു പിടിച്ചുകൊണ്ട് മുഖത്തും നെഞ്ചിലും അടക്കം ക്രൂരമായ മർദ്ദനം ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇതിൽ പിടിച്ചു മാറ്റാൻ ആരും ഇടപെടുന്നില്ല. അവിടെ കണ്ടു നിന്ന ആളുകളൊക്കെ ഈ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇവരാരും ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുകയോ ഇവരെ അന്വയിപ്പിച്ച് പറഞ്ഞു വിടാനോ ശ്രമിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ആനയ്ക്കും പട്ടിക്കും ഒക്കെ സഹജീവി സ്നേഹവുമായി എത്തുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകാത്തത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. കാരണം മനുഷ്യനെ മനുഷ്യനാണ് തിരിച്ചറിയേണ്ടത്, മനുഷ്യനെ മനുഷ്യനാണ് സ്നേഹിക്കേണ്ടത്. പക്ഷേ ആ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നതിന് ഒരു കണിക പോലും ഇല്ലാതാക്കിയാണ് ഈ കൂട്ടർ അവിടെ കണ്ടുനിന്നു. ഇതിനുശേഷം ഇവരുടെ പരാക്രമമൊക്കെ നടത്തി. ഇവർ ദൃശ്യങ്ങൾ പകർത്തുന്ന ആളുകളോടും പറയുന്നുണ്ട്, എൻ്റെ ചേട്ടനെ തല്ലുമ്പോൾ വന്നത് ചോരയാണെന്ന് ചോദിക്കാൻ വരാത്ത ആരും ഈ പ്രശ്നത്തിലും ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഇവർ വീണ് കിടക്കുന്ന അബോധാവസ്ഥയിലുള്ള സുമനെ വീണ്ടും വീണ്ടും മർദ്ദിക്കുന്നു. ഇയാൾ നിശ്ചലനായി കിടന്നിട്ടും വീണ്ടും ഇവരുടെ പരാക്രമം ഇയാളുടെ മേത്ത് തീർക്കുകയാണ്. അങ്ങനെ ഏകദേശം 12 മണിയോടടുത്താണ് ഈ സംഭവങ്ങളൊക്കെ ഈ മുക്കോലയിലെ ബാറിന് മുന്നിൽ അരങ്ങേറുന്നത്. അതിനുശേഷം അച്ചുവും അനന്തവും ഈ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ നേരെ ചെന്നു തുടങ്ങി. എന്നാൽ അപ്പോഴാണ്
അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അവർ എന്തോ മുളക് പൊടി സ്പ്രേ എന്തോ പ്രയോഗിച്ചതിനെ തുടർന്നാണ് ഇവർ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ വാഹനമല്ല, ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു വാഹനമാണ്. അച്ചുവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന വാഹനത്തിലാണ് ഇവർ ബാറിലേക്ക് എത്തുന്നത്. ഇയാളുടെ ഒപ്പം 2 സുഹൃത്തുക്കളും കൂടിയുണ്ട്. അങ്ങനെ അച്ചുവും സഹോദരൻ അനന്തവും ഇവരെ നേരെ രക്ഷപ്പെടുന്നു. ഉച്ചക്കടയിലെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു രക്ഷപ്പെടുന്നത്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഏറെ നേരം ഈ സുമൻ അവിടെ അബോധാവസ്ഥയിൽ റോഡരികിൽ കിടന്നു. ആരും ഒറ്റ മനുഷ്യർ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു കരുണ പോലും കാണിച്ചില്ല. ഇതുവഴി ചൊവ്വര സ്വദേശിയായിട്ടുള്ള അഭിലാഷ് എന്ന് പറയുന്ന ഒരു യുവാവ് ആ സമയം കാറിൽ പോകാനിടയിൽ ഇയാൾ ആശുപത്രിയിൽ അച്ഛനെ കൂട്ടിരിക്കാനാണ് ആ വഴി പോയത്. ആ സമയത്ത് ഇയാളുടെ വാഹനം തട്ടി എന്നൊരു സംശയത്തെ തുടർന്നാണ് ഇദ്ദേഹം വാഹനം ഒതുക്കി ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഇയാൾ സമീപത്തുള്ള ആളുകളോട് ഈ യുവാവിനെ തൻ്റെ വാഹനത്തിൽ കയറ്റാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ആരും ആ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. പ്രത്യേകിച്ച് ഈ ബാറുകളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ആരായാലും ഒന്ന് ഇടപെടാൻ മടിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മദ്യത്തിൻ്റെ ആലസ്യത്തിൽ അബോധാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാലോ അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാലോ തങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ ബാധ്യതയായി ഇവർ മാറുക എന്നൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ മടിച്ചത്. അങ്ങനെ ഇയാളെ കാറിൽ കയറ്റി നേരെ വിഴിഞ്ഞത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടൊരു ഇൻറ്റിമേഷൻ കൊടുക്കുന്നു. രാത്രി 12:15 വിഴിഞ്ഞം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് വരുന്നത്. വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ ഇയാളോടൊപ്പം ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച് ECG എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്നു. എന്നാൽ ECG ഇല്ല. അങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം അവിടെ നിന്നുണ്ടായത്. അതിനുശേഷം ഉടനെ തന്നെ പോലീസ് നേരെ ഇതിലെ പ്രതികളെന്ന് പറയുന്നത് അനന്തു എസ് ബാബു, അച്ചു എസ് ബാബു, 24ഉം 19ഉം വയസ്സ് മാത്രം പ്രായമുള്ള യുവാക്കളാണ്. ഇവരുടെ ജോലി, അച്ചു ഒരു പെയിൻറ്ററാണ്, അനന്തു ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഓപ്പറേറ്റർ എന്തോ മറ്റോ ആണ്. അങ്ങനെയുള്ള ഇവരെ തേടി ഇവരും വാടകയ്ക്കാണ്. ഇവർ ബാലരാമപുരം സ്വദേശികളാണെങ്കിലും ഇവരിപ്പോൾ ഉച്ചക്കടയിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അങ്ങനെ ഇവരുടെ ഉച്ചക്കടയിലെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുമ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രാ മധ്യേ തന്നെ ഈ അച്ചു ഈ പറയപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് സംഘത്തിന് മുന്നിൽ വന്ന് വിട്ടു. ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ, ഇയാളോടൊപ്പം ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പോലീസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മതിലിനോട് ചേർന്ന് പോലീസ് വാഹനം വട്ടമിട്ട് ഇവരെ മതിലിനോട് ചേർന്ന് നിർത്തിയാണ് ഈ അച്ചുവിനെ കീഴ്പ്പെടുത്തിയത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ അച്ചുവുമായിട്ട് നേരെ പോലീസ് ഇവരുടെ ഉച്ചക്കടയിലെ വാടക വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അനന്തുണ്ട്. അനന്തുവിനെയും പോലീസ് കഷ്ടപ്പെട്ട് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത്. കാരണം ഇയാൾ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമമുണ്ടായി. അങ്ങനെ ഇവർ 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. അതോടൊപ്പം തന്നെ ഈ സമയത്ത് അച്ചുവിനൊപ്പം ബാറിലുണ്ടായിരുന്ന 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. ഇതിനുശേഷം ഇവരെ ചോദ്യം ചെയ്യാൻ പോലീസിന് പരിമിതികളുണ്ടായിരുന്നു. കാരണം മദ്യപിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ചോദ്യം ചെയ്യൽ എത്രമാത്രം പ്രായോഗികമാണെന്നറിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 സുഹൃത്തുക്കൾക്ക് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് കണ്ട് ഇവരെ വിട്ടയച്ചു. ഇതാണ് സംഭവം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ നെയ്യാറ്റിൻകര കോടതിയിലാണ് ഈ കേസ് വരുന്നത്. അപ്പോൾ ഇവർക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എടുത്ത് ഈ സംഭവ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോകും. നമുക്ക് ഇത് ഏതാനും ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണേണ്ടതില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് സമാനമായ രീതിയിലൊരു സംഭവം വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. കാരണം കൊല്ലം എന്ന പേര് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ക്രൈമുകൾക്കൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വിഴിഞ്ഞത്ത് നടന്ന സംഭവമാണെങ്കിൽ പോലും ഇതൊരു ആളുകൾ വൈകാരികമായിട്ട് ഒരു സംഭവത്തോട് പ്രതികരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കൊല്ലത്ത് നടന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രോത്സവത്തിനിടെ, ഒരു ഗാനമേളയ്ക്കിടെ ഫ്രണ്ടിൽ ആർക്കും ഒരു ശല്യമില്ലാതെ നൃത്തം ചെയ്യാൻ ശ്രമിച്ച ഒരു വയോധികനായ ഒരു ആക്രിക്കാരനെ ഇത് കണ്ടു നിന്ന ഒരാൾ വന്ന് ഒരു കസേരയെടുത്ത് ഒരാളെ ആക്രമിച്ചു. ഇയാളുടെ മുൻവശത്തെ പല്ലുകൾ നഷ്ടപ്പെട്ടു. ഇതാണ് ഒരു ദുർബലനായ ഒരാളെ ആക്രമിക്കുമ്പോൾ തന്നെ തിരിച്ചടിക്കില്ല എന്ന ഉറപ്പിലാണ് ഇയാളെ ആക്രമിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഇടപെടാൻ ആരും പോകാറുമില്ല. ഇതാണ് കേരളത്തിൽ നടക്കുന്ന ഇത്തരം ക്രൈമുകൾ. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഈ വിഴിഞ്ഞത്തെ മുക്കോലയിലെ ബാറിൽ ഉണ്ടായത്. എന്തായാലും ഇവർ 2 കൂട്ടരും, മരണപ്പെട്ട സുമനാണെങ്കിലും ഇതിലെ പ്രതികളായ അച്ചു ആണെങ്കിലും അനന്തു ആണെങ്കിലും 2 പേരും ഈ 2 കൂട്ടരും വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. സുമനെ സംബന്ധിച്ച് കോവളത്തെ സ്വകാര്യ ഒരു ഹോട്ടലിലെ ഷെഫ് ജോലി ചെയ്താണ് ഇയാൾ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത്. ഇയാൾ ഏറെ നാളായി തീപ്പൊള്ളലേറ്റ് വീട്ടിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ സുഹൃത്ത് വന്ന് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാറിലേക്ക് പോയി. ഇയാൾക്കൊരു ഭാര്യയുണ്ട്, മകൾ ഒരു 5 വയസ്സുകാരിയായിട്ടുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് എങ്ങനെയാണ് ഈ അച്ഛനില്ലാതെ ഇനി ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. എന്തായാലും
മദ്യത്തിൻ്റെ ആസക്തിയിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ക്രൈമുകൾ കേരളത്തിലുടനീളം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതിനെ തുടർന്നുണ്ടാകുന്ന ഇത്തരം അക്രമങ്ങളുമൊക്കെ ഇനിയും തുടരാതിരിക്കട്ടെ. അതിനെല്ലാം അപ്പുറം പറയേണ്ടത്, നമ്മുടെ മുന്നിൽ ഒരാൾ ഒരു പരിക്കേറ്റ് കിടന്നാൽ അയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം നടന്നാൽ അതിൽ ഇടപെടാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇടപെട്ടാൽ അതൊരു തരത്തിൽ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ശരി.